ഇന്ന് അക്ഷയ തൃതീയ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ ചാന്ദ്രദിനമാണ് അക്ഷയ തൃതീയ എന്ന് അറിയപ്പെടുന്നത്. ഈ ദിനത്തിൽ സ്വർണം വാങ്ങുന്ന വീടിന് ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും നൽകുമെന്നാണ് വിശ്വാസം. ഇടുക്കി ജില്ലയിലെ വിവിധ സ്വർണ്ണ വ്യാപാരശാലകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അക്ഷയ തൃതീയ നാളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്ന് പുരാതന കാലം മുതൽക്കേ വിശ്വാസമുണ്ട്. പാവപ്പെട്ടവർക്ക് ദാനാദികർമ്മങ്ങൾ നടത്തുന്നത് പുണ്യമായി പലരും കരുതുന്നു. ഈ ദിനത്തിൽ സ്വർണം വാങ്ങുന്ന വീടിന് ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും നൽകുന്നു. സ്വർണം മാത്രമല്ല, ഈ ദിനത്തിൽ തുളസിയും ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വാസം. അക്ഷയ തൃതീയ നാളിൽ ഇടുക്കി ജില്ലയിലെ വിവിധ സ്വർണ്ണ വ്യാപാരശാലകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അക്ഷയ തൃതീയ എന്നത് ഉപഭോക്താക്കളുമായി ജ്വല്ലറികൾക്ക് കൂടുതൽ ബന്ധം സൃഷ്ടിക്കാനുള്ള അവസരം കൂടിയാണ്. ഒരുപാട് ആളുകൾ ഒരേ സമയം ജ്വല്ലറികളിലെത്തുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള അപൂർവ അവസരമാണിത്. അതിനാൽ തന്നെ പണിക്കൂലിയിൽ കുറവടക്കമുള്ള ആകർഷകമായ ഓഫറുകളും മറ്റ് പലതരത്തിലുള്ള ഡിസ്കൗണ്ടുകളും ജുവലറികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഭാവിയിലേക്ക് ഇന്നത്തെ നിലയിൽ സ്വർണം ബുക്ക് ചെയ്യാനും അവസരങ്ങളുണ്ട്. ജൈനമത വിശ്വാസികളും അക്ഷയ തൃതീയ ഒരു പുണ്യദിവസമായി കരുതുന്നു. വിഷ്ണു സുധർമ്മ സൂത്രത്തിലാണ് അക്ഷയ തൃതീയയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം കാണുന്നത്. അന്നേ ദിവസം നേടുന്ന പുണ്യം അക്ഷയമായിരിക്കുമെന്നാണ് വിശ്വാസം. മത്സ്യപുരാണത്തിലും നാരദീയ പുരാണത്തിലും അക്ഷയ തൃതീയയെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.